കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെനിമിനിസിൻ്റെ സ്നേഹമന്ദിരം അറിയിച്ചു കൊടുക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് സങ്കീർത്തനം 68:20. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ജനനമുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് മരണമുണ്ട്. ഭൂമിയിൽ ജനിക്കുന്ന യാതൊരു കുഞ്ഞിനും ദൈവം ഒരായുസ് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അതൊരു പക്ഷേ വാർദ്ധക്യത്തിലായി മരിക്കുന്നതാകാം, അതല്ലെങ്കിൽ അതിന് മധ്യേ വെച്ചോ ബാല്യത്തിലോ എങ്ങനെയാണെങ്കിലും മരണം സംഭവിക്കാം. എന്നാൽ ദൈവം ഒരു കാലവും സമയവും നിശ്ചയിച്ചാക്കിയിരിക്കുമ്പോൾ ആ കാലത്തിനും സമയത്തിനും മുമ്പ് ഒരു മനുഷ്യൻ മരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സമയത്തിൽ അല്ല സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണം. എൻ്റെ വിശ്വാസം ചിന്തിക്കാത്തവർ ആരും കാണത്തില്ലെന്ന്. ഒരിക്കൽ പോലും മരണം ആഗ്രഹിക്കാത്തവരും കുറവാണ്. രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും അപകടങ്ങൾപ്പെടുമ്പോൾ, കുരുക്കുകൾ അകപ്പെട്ടു പോകുമ്പോൾ, ജീവിതം പാഴാണെന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ, നിന്ദയും പരിഹാസവും അനുഭവപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവർ കുറവല്ല. അപ്പോൾ നാം ഓർക്കേണ്ട വിഷയം, ഏതൊരവസ്ഥയിലും യാതൊരു പ്രശ്നങ്ങളുടെ നടുവിലും സ്വയം മരണം അന്വേഷിക്കരുത്. സ്വയം മരിക്കാൻ താല്പര്യപ്പെടരുത്. സ്വയം മരിക്കാൻ നാം നമ്മെ അനുവദിക്കരുത്. അതിന് കാരണം ആത്മഹത്യ പാവമാണ്. നാം ജനിക്കുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ടല്ല ജനിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരാളാണെന്ന് വരികയിൽ ദൈവം നമ്മിലൂടെ ഈ ലോകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെ ചെന്ന് ഏതിലകപ്പെട്ടാലും അവിടെ നിന്നുമൊക്കെ വിടുവിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതാണ് ദൈവം ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നെന്ന് പറയുന്നത്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിനുള്ളത് തന്നെയാണ്. ഒരിക്കലും ഒരു പെൺകുട്ടി, അവൾക്ക് മരണപ്രാളം, ഇങ്ങനെ ആ ഭയം വന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ചെറിയൊരു കാരണമാണ്. കാരണം അവളുടെ ഭർത്താവ് ഹോട്ടലിൽ ഒരു ജോലിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ജോലി കഴിഞ്ഞ് വരുമ്പോൾ താമസിച്ച്, ഹോട്ടലൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് താമസിച്ച് വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനുള്ളിൽ ഈ കുട്ടിക്കൊരു ഭയം വരും. ആ ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വെപ്രാളമായി. അങ്ങനെ ഇതിനെ ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഇരിക്കെ ഒരു മീറ്റിങ്ങിൽ വെച്ച് ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവളിൽ നിന്ന് ആ ദുരാത്മാവ് വിട്ടുപോയി. ഇന്നും വളരെ സന്തോഷമായി, വർഷങ്ങൾക്ക് ശേഷവും അവൾക്ക് സന്തോഷമായി കുടുംബജീവിതം നയിക്കുന്നു. കർത്താവ് അവളെ വളരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഉറക്കത്തിൽ ഭയപ്പെടുന്നവർ ധാരാളമുണ്ട്. സ്വപ്നം കണ്ട് പേടിക്കുക, അത് അദൃശ്യ ശക്തികൾ കൊണ്ടുവരുന്ന സ്വപ്നങ്ങളാണ്. അതുപോലെ തന്നെ ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ക്ഷുദ്രപ്രിയർക്കും ദുഷ്കർമ്മികൾക്കൊക്കെ ദുസ്വപ്നങ്ങൾ അവർ സേവിക്കുന്ന ശക്തികളാൽ അയക്കാൻ കഴിയും. ആ വ്യാപാരത്താൽ ഭയപ്പെടുന്നവരുണ്ട്. പക്ഷെ അവർക്കതറിയത്തില്ല. അങ്ങനെ പല അപകടങ്ങളും സംഭവിക്കാറുണ്ട്. മരണം വരെ സംഭവിക്കാറുണ്ട്. വേദപുസ്തകം പറയുന്നു, നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകിയില്ല, കിടക്കുമ്പോൾ നിൻ്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഏതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശനിമിത്തം നീ ഭയപ്പെടുകയില്ല. ഇത് ദൈവജനത്തോടുള്ളൊരു വാഗ്ദത്തമാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന ജനത്തോടുള്ളൊരു വാഗ്ദത്തമാണ്. കർത്താവിൽ ശരണപ്പെടുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക്
മരണത്തെ മുഖാമുഖം കണ്ടാൽ പോലും അവരുടെ ഭയം അവരെ വിഴുങ്ങിക്കളയത്തില്ല. കാരണം അവർ ക്രിസ്തുവിൽ ധൈര്യപ്പെട്ടിരിക്കും. ക്രിസ്തുവിൽ വേരൂന്നി കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ ശരണപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഭയം പൂർണ്ണമായി ദൈവം എടുത്തു മാറ്റിക്കളയും. അത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവർ, കർത്താവിനെ സ്നേഹിക്കുന്നവരിൽ നിന്ന് ദൈവം ഭയം എടുത്തു മാറ്റും. തികഞ്ഞ സ്നേഹം ഭയത്തെ അകറ്റിക്കളയുന്നെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ തന്നെ എന്തെല്ലാം രോഗങ്ങൾ നമ്മുടെ നേർക്ക് കടന്നു വന്നാലും, എന്തെല്ലാം കഷ്ടങ്ങൾ കടന്നു വന്നാലും, എന്തെല്ലാം ശോധനകൾ കടന്നു വന്നാലും അവിടെയൊക്കെ ജയിക്കുവാൻ, അതിനെ ഫേസ് ചെയ്യാനുള്ള കൃപ, ദൈവസാന്നിധ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി ആ പ്രശ്നങ്ങളെ നാം ഓവർകം ചെയ്യേണ്ടതാണ് ആവശ്യം. മരണത്തിൻ്റെ അധികാരിയായിരുന്ന സാത്താൻ്റെ തലയെ തകർത്ത് കാൽവരി ക്രൂശിൽ കർത്താവ് ജയോത്സവം കൊണ്ടാടി. അപ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ സാത്താൻ്റെ തല തകർന്നു. എന്ന് വെച്ചാൽ അവൻ്റെ ബുദ്ധിയുടെ പ്രമാണവും ജ്ഞാനവും ആലോചന ബാഹുവിൻ്റെ എല്ലാം ദൈവം അബദ്ധമാക്കി. അപ്പം തന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടും ഒന്നും ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കുവാൻ പിശാചിന് സാധ്യമല്ല. ഒരു ദൈവ പൈതലിനെ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രാണനെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ സാധ്യമല്ല. കാരണം കർത്താവിൻ്റെ കരത്തിലാണ് കർത്താവിൻ്റെ സഭ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഉള്ളംകൈയിലാണ്, കർത്താവിൻ്റെ വലങ്കൈയിലാണ് കർത്താവിൻ്റെ സഭ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ കർത്താവിൻ്റെ കരത്തിലായി. അതുകൊണ്ട് തന്നെ ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവിനെ, പ്രാണനെ അപഹരിക്കാൻ പിശാചിന് സാധിക്കത്തില്ല. കാരണം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കരത്തിലാണ്. പിശാചിന് അധികാരമില്ല. മരണത്തിൻ്റെ ബാധകൾക്കോ പാതാളത്തിൻ്റെ സംഹാരങ്ങൾക്കോ ഒരു ദൈവ പൈതലിനെ മോഷ്ടിക്കാനോ അറക്കാനോ മുടിക്കാനോ ഒന്നും സാധ്യമല്ല. മരണത്തിൻ്റെ ബാധകളുണ്ട്, പാതാളത്തിൻ്റെ സംഹാരങ്ങളുണ്ട്. അതെങ്ങനെ ഉണ്ടാകുന്നു? കർമ്മങ്ങൾ കൊണ്ടും ക്രിയകൾ കൊണ്ടും അത് ഉളവാക്കുകയാണ്. അതിലൂടെ മനുഷ്യനെ നശിപ്പിക്കുവാൻ പിശാച് പല രീതികൾ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ചെയ്യുന്നത്. ഇതൊന്നും തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ ഏൽക്കത്തില്ല. കാരണം നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. നമ്മെ തൊടുവാൻ കടന്നു വരുന്ന ഈ വ്യാപാര ശക്തികൾ നമ്മെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. അത് കർത്താവിനെ തൊടുന്നത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവിനെ തൊടാൻ സാധിക്കുമോ? ആ ശത്രുവിൻ്റെ തീയമ്പുകൾ അവിടെ നശിച്ചു പോകും, പാഴും ശൂന്യമായി പോകും. അതുകൊണ്ട് ഒരു ദൈവപൈതൽ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, ആത്മഹത്യയ്ക്ക് ശ്രമിക്കേണ്ട കാര്യവുമില്ല, മരണത്തെ കൊതിക്കേണ്ട കാര്യവുമില്ല. ജീവനിൽ നിന്ന് സമർത്ഥമായ ജീവനിലേക്ക്, ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിയ ആ ജീവൻ, അത് നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ വന്നു കഴിഞ്ഞപ്പോൾ, നമ്മൾ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞപ്പോൾ, നമ്മളിനി ജീവനിൽ നിന്ന് ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും തന്നെ ബാധകമല്ല. നമ്മുടെ ജീവനാകുന്ന കർത്താവ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ, നമുക്ക് വയ്യാതാകുമ്പോൾ, നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നാം ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന കർത്താവ് തന്നെ നമ്മുടെ ബലഹീന സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇതാണ് കർത്താവിനോടുള്ള വിശ്വാസവും, കർത്താവിനോടുള്ള പ്രത്യാശയും, കർത്താവിനോടുള്ള സ്നേഹവും. ഈ വചനം കേൾക്കുന്ന ആരിലെങ്കിലും മരണഭയമോ മരണഭീതിയോ മരണവെപ്രാളമോ ശരീരത്തെയോ മനസ്സിനെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അഴിഞ്ഞു മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന
പ്രിയ സഹോദരങ്ങൾ, വ്യാപരിക്കുന്ന മരണക്കണികളും മരണക്കുരുക്കുകളും മരണമന്ത്രങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറി സ്വർഗത്തിനും ഭൂമിക്കുനാഥനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശുവിൻ്റെ നാമത്തിൽ മരണത്തിൻ്റെയും പാതാളത്തിന് താക്കോൽ കയ്യിലുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മരണവും പാതാളവും അയക്കുന്ന സകല ബാധകളും സംഹാരങ്ങൾ അങ്ങനെ ജനത്തെ വിട്ട് സഭയെ വിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല ജനത്തെയും വിട്ട് അഴിഞ്ഞുപോട്ട് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ സമർത്ഥമായ ജീവനിലേക്ക് കർത്താവ് ഞങ്ങളുടെ ജനത്തെ നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.